ഏറ്റവും അടുത്ത സമീപ ഭാവിയിൽ 4 ആണും ഒരു പെണ്ണും 5 എണ്ണം ചാവുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? വ്യക്തമായി എല്ലാം പൊടിഞ്ഞോണ്ടിരിക്കുകയാണ്. പൈസയുടെ അമിതമായി ഉപയോഗിക്കുന്ന 5 എണ്ണം. ഈ 4 പേര് പേരും ഒരാളുടെ ഭാര്യയും. 5 എണ്ണം തീരും. ഈ 5 എണ്ണം ഒരു വായിക്കുള്ളതായി ശരീരം. പല്ല് പൊടിയുന്നു, എല്ല് പൊടിയുന്നു, പിന്നെ പണത്തിന്റെ കൊഴുപ്പുള്ളതുകൊണ്ട് പുറത്തറിയുന്നില്ല എന്നേ ഉള്ളൂ. എനിക്കോണ്ട് ഇങ്ങനെയൊക്കെ കുറേ എണ്ണം ചത്താൽ മലയാള സിനിമ ശരിയാവുന്നേ. ഒരു ഭരതവാടി കിട്ടിയ നടനാണ്. ഡെഡ് ബോഡി കൊണ്ടുപോകാൻ നിവർത്തിയില്ലാതെ മദ്രാസിൽ കിടക്കേണ്ടി വന്നു. നസീർ സാറിനെ പോലെ ഒരു വലിയ മനുഷ്യയില്ലായിരുന്നെങ്കിൽ അനാഥ ശവമായി പോയത്. എറണാകുളത്ത് കുറേ കൂതറ പൊമ്പിളരുണ്ട്, അവതാരകർ എന്ന് പറഞ്ഞിട്ട് മൈക്കും പിടിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നു? ആ തറ ലെവലിലേക്ക് അവനും മാറും. പറഞ്ഞു വരുമ്പോൾ മുട്ടം തെറി വിളിക്കും. ഉടനെ ഇവർ കുറേ സ്ത്രീത്വത അവമാനിച്ചത്. ഈ അവതാരക കൂട്ടങ്ങൾ, എറണാകുളത്തുള്ള അവതാരക കൂട്ടങ്ങളാണ് ഇവനെയൊക്കെ വളർത്തുന്നത്. കറുപ്പ് കഞ്ചാവിൽ ഉണ്ടാക്കിയെടുക്കുന്ന ലേഹ്യം. അത് കഴിച്ചിരുന്ന മലയാള സിനിമയിൽ വമ്പന്മാരില്ലായിരുന്നു. പക്ഷേ പട്ടച്ചാരായം രാവിലെ എണീറ്റ ഉടൻ ഒരു കുപ്പി പട്ടച്ചാരായം കടകട കുടിക്കുന്ന സംവിധായകരുണ്ടായിരുന്നു. നിർമ്മാതാവാണ് ചെറ്റ. കാരണം ഇവന് വെളുപ്പാൻ കാലത്ത് കഞ്ചാവ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനും ഇവന് പെണ്ണ് കൂട്ടി കൊടുക്കാനും പോകുന്നവനാണ് ചെറ്റ. എന്നെക്കൊണ്ട് കൂടുതൽ നിങ്ങൾ പറയിപ്പിക്കരുത്, ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയും. ഇപ്പോൾ വേണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാര സഹയാത്രികൻ എന്നൊക്കെ പറയാവുന്ന ഒരു ചെറുപ്പക്കാരനായി ഈ അടുത്ത കാലത്ത് ഒരു വലിയ ഹിറ്റായി സിനിമ ഉണ്ടാക്കിയ ഒരു പയ്യനും അവൻ്റെ അനിയനും ഒക്കെ കൂടെ ചേർന്നിട്ട് 500 രൂപ നോട്ടിന് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതിനകത്ത് ഇത് തട്ടിയിട്ട് ഈ ബോട്ടിലിരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വലിയായിരുന്നു എന്നെ ഒരാൾ വിളിച്ച് ഇന്നലെ പറഞ്ഞതാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഈ നടനും ഉണ്ടോ? ഉണ്ട് സാർ. അവൻ മാത്രമല്ല, അവൻ്റെ അനിയനും ഉണ്ട് സാർ. നമസ്കാരം. പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു സിനിമാക്കാരൻ ശ്രീ ശാന്തിവിള ദിനേശ് ചേട്ടാ, നമസ്കാരം. ഒരുപാട് നാളായി DNA ന്യൂസിൽ ഒരു പരിപാടി കുറേ നാളായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇന്ന് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പക്ഷേ ഇതൊക്കെ ചിലർ തമാശ രൂപേണ കാണുന്നു, ചിലരത് വലിയ നിസ്സാരവൽക്കരിച്ച് കാണുന്നു. ഇതൊക്കെയാണെങ്കിലും ഇവിടെ നസീർ സാറും ഉമ്മർ സാറും അതുപോലെ സത്യൻ സാറും ഒക്കെ ഇവിടെ പറഞ്ഞ് പോയിട്ട് മലയാള സിനിമാ രംഗം നിലനിന്നു. ഇതുപോലെ ഈ മയക്കുമരുന്നിനെ ഈ സിനിമാ വ്യവസായത്തിലേക്ക് കൊണ്ടുവന്ന് ഈ സിനിമാ വ്യവസായത്തെ നശിപ്പിക്കുന്ന ഇതുപോലുള്ളവരെ ഇതിൽ നിന്ന് ഒഴിച്ചു നിർത്തിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് അതിന് നിർമ്മാതാക്കൾ തയ്യാറാകുന്നില്ല? അങ്ങനെ ഒഴിച്ചു നിർത്തിയാൽ അതെന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഭൂരിപക്ഷം പേര് ഇത് ഉപയോഗിക്കുന്നവരാണ്. അപ്പം മലയാള സിനിമയിൽ 2-3 പേരെ ഉണ്ടാവും, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. വിരലിലുണ്ടാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പോയാൽ പിന്നെ എന്ത് ചെയ്യുന്നു? അതാണായാലും പെണ്ണായാലും. ആണിനെ മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. പെണ്ണായാലും ഒരു പെണ്ണൊരു ഓം പ്രകാശ് എന്ന് പറഞ്ഞ ഗുണ്ടയുടെ ഹോട്ടൽ റൂമിൽ വെളുപ്പാങ്കാലത്ത് കിടന്ന് ഉറങ്ങിയത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അതെ. പോലീസ് ക്ലീൻ ചിറ്റ് കൊടുത്തു. ആ കുട്ടി യാതൊരു പ്രശ്നമില്ലാന്ന് മനസ്സിലായില്ലേ? അതെ. ഇവിടെ പെൺപിള്ളേർ മോശമൊന്നുമല്ല, പ്രത്യേകിച്ച് എറണാകുളത്ത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു ഷൈൻ ടോം ചാക്കയോ ഒരു ശ്രീനാഥ് വാസിയെ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് പ്രശ്നം. ഞാൻ ഇന്നലെ ഒരു ചാനലിൽ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഏറ്റവും അടുത്ത സമീപ ഭാവിയിൽ 4 ആണും ഒരു പെണ്ണും 5 എണ്ണം ചാവുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? വ്യക്തമായി പൈസയുടെ അമിതമായി ഉപയോഗിക്കുന്ന 5 എണ്ണം. ഈ 4 പേരും ഒരാളുടെ ഭാര്യയും. 5 എണ്ണം തീരും. ഈ 5 എണ്ണം ഒരു വായിക്കുള്ളതായി ശരീരം. പല്ല് പൊടിയുന്നു, എല്ല് പൊടിയുന്നു, പിന്നെ പണത്തിന്റെ കൊഴുപ്പുള്ളതുകൊണ്ട് പുറത്തറിയുന്നില്ല എന്നേ ഉള്ളൂ. എനിക്കോണ്ട് ഇങ്ങനെയൊക്കെ കുറേ എണ്ണം ചത്താൽ മലയാള സിനിമ ശരിയാവുന്നേ. പിന്നെ നിങ്ങൾ പറയുമ്പോൾ വേറൊരു പ്രശ്നം അവിടെ എന്നറിയാം. PJ ആൻ്റണി എന്ന് പറഞ്ഞ് മലയാളത്തിന് ആദ്യത്തെ ഭരത് അവാർഡ് വാങ്ങിച്ചുകൊണ്ടുവന്ന മനുഷ്യൻ വെള്ളമടിച്ച് വകയ്ക്ക് കൊള്ളാതെ അനാഥ ശവമായി മദ്രാസിൽ മരിച്ചു വീഴുമ്പോൾ നസീർ സാർ അന്ന് മദ്രാസിലില്ല. പുള്ളി ഷാനവാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബോഡിയെ എറണാകുളത്ത് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കണം. ഒരു ഭരത് അവാർഡ് കിട്ടിയ നടനാണ്. ഡെഡ് ബോഡി കൊണ്ടുപോകാൻ നിവർത്തിയില്ലാതെ മദ്രാസിൽ കിടക്കേണ്ടി വന്നു. നസീർ സാറിനെ പോലെ ഒരു വലിയ മനുഷ്യയില്ലായിരുന്നെങ്കിൽ അനാഥ ശവമായി പോയത്. അതുപോലെ സുകുമാരിയമ്മയ്ക്കും അതേ. സുകുമാരിയമ്മയുടെ വേറെ. സുകുമാരിയമ്മയ്ക്ക് പൈസ ഇല്ലാത്തതൊന്നുമല്ല. ഞാൻ പറയുന്നത് ലഹരി ഇന്നോ ഇന്നലെയൊന്നും അല്ല. ലഹരി ഇവിടെ കറുപ്പ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കഞ്ചാവിനെ പറ്റിയും മറ്റേ എന്തോ MDMA കുറിച്ചും എന്തൊക്കെയോ കൊക്കൈനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഈ കറുപ്പെന്ന് പറഞ്ഞൊരു ലഹരി ഉണ്ടായിരുന്നു. അരനാഴിക നേരത്തിൽ കുഞ്ഞാനച്ചൻ ഉപയോഗിക്കുന്ന കറുപ്പ്, കഞ്ചാവിൽ ഉണ്ടാക്കിയെടുക്കുന്ന ലേഹ്യം. അത് കഴിച്ചിരുന്ന മലയാള സിനിമയിൽ വമ്പന്മാരില്ലായിരുന്നു. പക്ഷേ പട്ടച്ചാരായം രാവിലെ എണീറ്റ ഉടൻ ഒരു കുപ്പി പട്ടച്ചാരായം കടകട കുടിക്കുന്ന സംവിധായകരുണ്ടായിരുന്നു മലയാള സിനിമ. പക്ഷെ അവരുടെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവരാദ്യം ഫസ്റ്റ് അവർ കണ്ടിരുന്നത് സിനിമയാണ്. അതിനുശേഷം സെക്കൻഡറിയാണ്, അല്ലെങ്കിൽ മൂന്നാമതാണ് മദ്യവും പെണ്ണും ഒക്കെ. അവർ സിനിമയെ ബഹുമാനത്തോടെ കണ്ടിരുന്നു. അതുകൊണ്ട് ക്ലാസിക് സിനിമകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കൂതറകൾ അങ്ങനെയല്ല. വെള്ളം അടിച്ച് പെണ്ണ് പിടിച്ച് കഞ്ചാവ് വലിച്ച് എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം.
എന്നുള്ളതാണ്. അതാണ് ഒരു നിർമ്മാതാവ് 2 ദിവസം മുമ്പ് വെളിപ്പെടുത്തിയ ഒരു കാര്യം, ശ്രീനാഥ് പാസി വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് കഞ്ചാവ് ചോദിച്ചു എന്നുള്ളതും ഈ കാരാവാനിലോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ പുകയാണെന്നുള്ളതാണ്. അത് ആ നിർമ്മാതാവിന്റെ ഗതികേടാണെന്ന് ഞാൻ പറയും. കാരണം എന്താ പറയുക, അവൻ മുഖത്തടിച്ചോട് ചോദിക്കുന്നത് നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് ഓടാന്ന് പറഞ്ഞില്ലേ. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിർമ്മാതാക്കളെ ഒറ്റപ്പെടുന്ന ഒരു പ്രവണതയുണ്ട്. ഒരു പ്രവണതയില്ല, ചവിട്ടി കൂട്ടണം അവന്. ഞാൻ കേട്ടെ, ഇവൻ സിനിമ എടുത്തേ ജീവിക്കുള്ളൂ എന്ന് ഇവനെന്താ ഇത്ര വാശി? മാമാ പണി ചെയ്തും കഞ്ചാവ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തും സിനിമ എടുക്കാൻ ഞാൻ ഇല്ലടാ എന്ന് പറയണ്ടേ. ഇവിടെ ജൂബിലി ജോയിയെ പോലെ എത്രയോ പേർ സിനിമ നിർത്തിപ്പോയി. കാരണം ഇത്തരം മാമാപ്പണികൾ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഇതാ പോണു. ഇവർക്ക് ഈ പൈസ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങളപ്പോൾ നിർമ്മാതാവിനെ എന്തിനെ ന്യായീകരിക്കണം? ഞാൻ പറഞ്ഞത് നിർമ്മാതാവാണ് ചെറ്റ. കാരണം ഇവന് വെളുപ്പാൻ കാലത്ത് കഞ്ചാവ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനും ഇവന് പെണ്ണ് കൂട്ടി കൊടുക്കാനും പോകുന്നവനാണ് ചെറ്റ. ഇവൻ ആ പൈസ കൊണ്ട് വേറെ എന്തെല്ലാം ചെയ്യാം. ഇവൻ ഇതേ ഉണ്ടാക്കുള്ളൂ ഇത്ര വാശി എന്ത്? നാണം കെട്ടവന്മാർ. നിർമ്മാതാവെന്നാണ് പേര്. ജോലി കൂട്ടി കൊടുക്കും, മറ്റേ കഞ്ചാവ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. എന്നിട്ട് ഒരുത്തനെ പിടിച്ച് അകത്തിടാൻ അല്ലെങ്കിൽ ഒരുത്തൻ്റെ കേസ് വരുമ്പോൾ അല്ല ചാടി കയറി വർത്താനം പറയണ്ടേ. ശ്രീനാഥ് വാസിയോട് പറയണം, നിൻ്റെ തന്തയെ പോയി വിളിച്ചുകൊണ്ട് വാടാന്ന് പറയണം. എന്നെക്കൊണ്ട് കൂടുതൽ നിങ്ങൾ പറയിപ്പിക്കരുത്, ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയും. അതുപോലെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു നടി ഒരു ആരോപണവുമായി വന്നിരുന്നു. ക്ലൂ കൊടുത്തത് ഷൈൻ ടോം ചാക്കോയാണ്. അവരുടെ സൂചനകളിൽ നിന്ന് നമുക്കത് വ്യക്തമാണ്. പിന്നീട് അത് വന്നപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇത് കാര്യമില്ല, ഞങ്ങൾ സിനിമയിൽ തീർത്തോളാമെന്നാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇതിന് വഴങ്ങുന്നവരല്ലേ, അല്ലെങ്കിൽ ഇവരെല്ലാം ഇതിനെ ഒത്താശ ചെയ്യുന്നു? എനിക്ക് സുമേഷിനോട് പറയാനുള്ളത് എന്താ അറിയോ, ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഇഷ്യൂ, ആ ഇഷ്യൂവിൽ നഷ്ടം വരുന്ന ഒരൊറ്റ ആൾക്കാണ്, അത് ഈ പെൺകുട്ടിക്കാണ്. ആ കുട്ടിയെ ഈ വലിക്കുന്നവന്മാരെ ഇനി ഓരോ സിനിമയിലുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ചാനലുകളും ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മുതൽ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ 24 റിപ്പോർട്ടറൊക്കെ കാണാൻ ഞാൻ മാതൃഭൂമിയാണ് വെച്ചേക്കണേ. സത്യം പറഞ്ഞാൽ മലയാള മനോരമയിലൊക്കെ വരുന്ന തുടരൻ നോവലുകളെക്കാൾ പൈങ്കിളിയാണ് ഇന്ന് മാതൃഭൂമി. 3 ക്യാമറയാണ് ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത്. നാണമുണ്ടോ എന്നാണ് ഈ പത്രക്കാരോട് ചോദിക്കുന്നത്. ഒരുത്തൻ കഞ്ചാവ് അടിച്ച മയക്കുമരുന്ന് ഉപയോഗിച്ചോ 3ാമത്തെ നിലയിൽ നിന്ന് ചാടി ജോൺ അബ്രഹാം വീണോലെ ചത്തുപോട്ടെന്നേ. അല്ല, അതിന് പകരം അവൻ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അവനെ സ്വീകരിക്കാനായിട്ട് 1000 ക്യാമറ. അല്ല, അതിന് മാധ്യമങ്ങളാണ് പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന എത്രയോ വിഷയങ്ങൾ അടിച്ചുകൊണ്ടാണ് ഇവർ ഇതിന്റെ പുറകെ ഇതിന് പോകണമെന്നാണ് ഞാൻ. മാതൃഭൂമി പോലെ ഇത്രയും തലമുറ കൈമാറി വന്ന ഒരു പത്രസ്ഥാപനത്തിൻ്റെ ചാനലിൻ്റെ 3 റിപ്പോർട്ടർമാർ. എന്നിട്ട് എൻ്റെ അടുത്ത സുഹൃത്താണ് രാജീവും ഒരു പെൺകുട്ടിയും കൂടെ നിന്ന് രാവിലെ മുതൽ അലക്കുകയാണ്. വേറെ കേരളത്തിൽ ഒരു ഇഷ്യൂ ഇല്ല, മനസ്സിലായില്ലേ? ഇത് അലക്കിക്കൊണ്ടേ നിൽക്കണം. നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ പത്രക്കാർക്ക്. അല്ല, പത്രക്കാരാണ് ഒരു തരത്തിൽ ഇവരെ വളം വെച്ച് കൊടുക്കുന്നത്. പിന്നല്ലാതെ ഈ ഷൈൻ ടോം ചാക്കോയുടെ കാര്യം നിങ്ങളെടുത്ത് നോക്കും. എറണാകുളത്ത് കുറേ കൂതറ പൊമ്പിളരുണ്ട്, അവതാരകർ എന്ന് പറഞ്ഞിട്ട് മൈക്കും പിടിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞാണ് ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നു, ആ തറ ലെവലിലേക്ക് അവനും മാറും. പറഞ്ഞു വരുമ്പോൾ മുട്ടം തെറി വിളിക്കും. ഉടനെ ഇവർ കുറേ സ്ത്രീത്വത അവമാനിച്ചത്. ഈ അവതാരക കൂട്ടങ്ങൾ, എറണാകുളത്തുള്ള അവതാരക കൂട്ടങ്ങളാണ് ഇവനെയൊക്കെ വളർത്തുന്നത്. ഇവനെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് ഇക്കിളി ചോദ്യങ്ങൾ ചോദിച്ച് അവൻ അതിന് നല്ല തെറി ഉത്തരങ്ങൾ. അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ ഓൺലൈൻ ചാനൽ തന്നെയാണ്. ഞാൻ ഓൺലൈനായാലും ഏത് ലൈനായാലും മെയിൻ സ്ട്രീം ഒക്കെ എന്തായിരുന്നാലും ഇവരെ അത്രയധികം അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു മൊബൈലും കൊണ്ടിറങ്ങുന്ന ആൾ പോലും ഇന്ന് ഓൺലൈൻ മാധ്യമ പ്രവർത്തനമാണ്. അപ്പോൾ അവരാണ് ഇവരെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ പെമ്പിള്ളേർ ഇങ്ങനെ കുഴഞ്ഞാടാനായിട്ട് ചോദ്യം ചോദിക്കാൻ വരുന്നതാണ്. നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല, സ്ത്രീത്വത്തെ അപമാനിച്ചു. ഒരു അപമാനമില്ല. എനിക്ക് പുച്ഛമാണ് ഈ കൂട്ടങ്ങളോട്. അല്ല, പുച്ഛമാണ്. ഭരണം നടത്തുന്ന എൻ്റെ നേതാവ് അപ്പം തന്നെ കേസെടുക്കാൻ പറയും. അതാണ് പ്രശ്നം. ഇത് നമുക്ക് പെണ്ണുങ്ങളെ പറ്റി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. പക്ഷേ ഈ വിൻസിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാം. വിൻസി ആ സെറ്റിൽ ഒന്നാമത് വിൻസിയും ഷൈൻ ടോം ചാക്കോയും പൊന്നാനിയിൽ അടുത്തടുത്ത വീടുകളിൽ വർഷങ്ങളോളം കഴിഞ്ഞ കുടുംബ സുഹൃത്തുക്കളാണ്. അത് ശരി, ഇവർ കുടുംബ സുഹൃത്തുക്കളാണ്. വളർന്നു വന്നത് ഓരോ സ്റ്റെപ്പ് വളരുമ്പോൾ രണ്ടുപേരും വളരുന്ന നല്ല കൂട്ടുകാരായിട്ട്. അത് ശരി. അത് കഴിഞ്ഞ് ഈ സെറ്റിൽ വന്നപ്പോൾ ഇവൻ്റെ വാക്യത്തുനിന്ന് വെള്ളപ്പൊടി, ഞാൻ കണ്ടിട്ടുള്ള ജോസ് പ്രകാശൊക്കെ ഇങ്ങനെ വലിക്കുന്നുണ്ട്. ഇത് വാക്യത്തുനിന്ന് വലിച്ചു കയറ്റുമെന്ന് ഞാൻ ഇപ്പോൾ അറിയണം. നമുക്കിത് അവിടെ ഒരു സംശയമുണ്ട്. എന്താണെന്നറിയോ, ഈ കൊക്കൈൻ അല്ല ഇത് MDMA അല്ലേ, അത് എന്ന് പറയുമ്പോൾ അത് വലിക്കുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുള്ളത് ചുരുട്ടിയിട്ട് മൂക്കിലേക്ക് കയറ്റി വലിക്കുകയാണ്. അറിവിലേക്ക് ഒരു കാര്യം, ആലപ്പുഴയിലെ ഹൗസ് ബോട്ടില്ലേ, മലയാളത്തിലെ ക്രീം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല ഈ ചത്തു എന്ന് പറഞ്ഞ ലിസ്റ്റിലുള്ള ബാച്ചുകളും ഇപ്പോൾ വേണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാര സഹയാത്രികൻ എന്നൊക്കെ പറയാവുന്ന ഒരു ചെറുപ്പക്കാരനായി ഈ അടുത്ത കാലത്ത് ഒരു വലിയ ഹിറ്റായി സിനിമ ഉണ്ടാക്കിയ ഒരു പയ്യനും അവൻ്റെ അനിയനും ഒക്കെ കൂടെ ചേർന്നിട്ട് 500 രൂപ നോട്ടിന് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതിനകത്ത് ഇത് തട്ടിയിട്ട് ഈ ബോട്ടിലിരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വലിയായിരുന്നു എന്നെ ഒരാൾ വിളിച്ച് ഇന്നലെ പറഞ്ഞതാണ്. ഞാൻ ഞെട്ടിപ്പോയി. അവൻ മാത്രമല്ല, അവൻ്റെ അനിയനും ഉണ്ട് സാർ. അനിയനും ചേട്ടനും ഒന്നിച്ച് വലിക്കാൻ വിപ്ലവമാണ് പറയണത്, മനസ്സിലായില്ലേ? കമ്മ്യൂണിസമാണ് പറയണേ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് അഭിമാനിക്കുന്ന ഞാൻ പറയുകയാണ്. എനിക്ക് നാണം തോന്നി ഇന്നലെ അത് കേട്ടപ്പോൾ. 500 രൂപ നോട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് കത്തിച്ചാണ് വലിക്കുന്നത്. അപ്പോൾ അല്ല സാർ, ഇതിങ്ങനെ ചുരുട്ടിയിട്ട് അതിനകത്ത് തട്ടിയിട്ട് വലിച്ച് ആ ആലപ്പുഴയിൽ വെള്ളത്തിൽ വിழுന്ന് ചാവട്ടെന്നേ പുല്ലുകൾ. അതൊന്നും ചാവില്ല, അതല്ലേ പ്രശ്നം. എന്നിട്ട് വലിയ വലിയ വായങ്ങളും അടിക്കും. ഞാൻ പറയുന്നത്
ബിൻസി സെറ്റിൽ ഇവൻ വെള്ളം വെള്ളം ഇപ്പോൾ എനിക്ക് വേണത് ഗോതമ്പ് പൊടിയാ അങ്ങനെയായിരിക്കും. കാരണം MDMA എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ സാധനം വാന്നിറച്ച് കക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല ചത്തുപോയില്ലേ ഇത്രയും കഴിഞ്ഞ. ഇന്നാളെ ഒരു പയ്യൻ കണ്ടില്ലേ MDMA വിഴുങ്ങിയവൻ മരിച്ചു, പോളിത്തീൻ കവറിലായിട്ട് പോലും മരിച്ചു. അപ്പോൾ ഈ കുട്ടി പറയുന്നതിൽ എത്ര സത്യം ഉണ്ടെന്നുള്ളൊരു അതിശയോക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൊന്നാനിയിൽ ഒന്നിച്ച് താമസിച്ചിരുന്ന 2 കുടുംബ സുഹൃത്തുക്കളെന്നുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും ഈ ഷോൾഡറിൽ തട്ടിയതല്ല, എന്തോ തയ്യൽ വിട്ടപ്പോഴേ ഞാൻ തച്ചുതരാം. സിനിമ വരും മുമ്പ് ചിലപ്പോൾ തയ്യക്കാരനായിരുന്നിരിക്കും, ഉടുപ്പിന് ബട്ടൺസ് വയ്ക്കുന്ന ജോലിയായിരുന്നിരിക്കും പണ്ട് ചെയ്തിരുന്നത്. അതിനുശേഷമായിരിക്കും കമലിൻ്റെ കൂടെ പോയേ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെയാണോ കേസ്? അല്ല, ഞാൻ ചോദിക്കുന്നത് എൻ്റെ സംശയം അതാണ്. കാരണം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുപ്പമുള്ളവർ, സ്ത്രീ സുഹൃത്തുക്കളോ പുരുഷ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറയും അത് ഞാൻ തച്ചു തരാം എന്ന് പറയുന്നത് ഇത്രയും ഉണ്ട്. ഇത് എന്ന് മാത്രമല്ല, ഒരു വിവാദം പരാതിയൊന്നും അല്ല ഇവർ കൊടുത്തത്. ഇവർ ആലുവയിൽ ഒരു പള്ളിയിലെ സമ്മേളനത്തിലെ അവിടെ 10 കയ്യടി കിട്ടാൻ വേണ്ടിയാണ് ഈ കൊച്ചു പ്രസംഗിച്ചത്, അല്ലാതെ പരാതി കൊടുത്തതല്ല. ആലുവയിലെ ഒരു പള്ളിയിലെ ഉത്സവത്തിലാണ് അവർ പറഞ്ഞത് എനിക്കിങ്ങനെ ഒരു തിക്താനുഭവം ഉണ്ടായി. അത് വെച്ച് അതിനെ പിടിച്ചാണ് ഇപ്പം ഈ ഇഷ്യൂയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയോ, ആ കുട്ടി പറയുകയാണ് ഞാൻ കേസ് പിൻവലിക്കും, ഞാൻ ഇവർക്ക് കൊടുത്ത ചേംബറിന് കൊടുത്ത പരാതി പിൻവലിക്കും, ഞാൻ അതിൽ ഇന്ന നടനെ എല്ലാവരും മഴ തീർത്തുന്നത് എന്തിനെ ഷൈൻ ടോം ജോക്കാണെന്ന് പറഞ്ഞാൽ പോരെ. അതെ. അപ്പോൾ അത് പറഞ്ഞത് ആ കുട്ടിക്ക് ഫീൽ ചെയ്തു. ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതാ ഇപ്പോൾ പറയുന്നു സുമേഷേ, നല്ല നടിയാ ആ കുട്ടി, സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ച കുട്ടി. പക്ഷേ അതിന് ഇനി പടം കിട്ടില്ല. നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾക്കറിയാൻ മുമ്പ് ആരുടെ പറഞ്ഞതാണ്, അതായത് ഇവിടെ ഒരു ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ടൊരു അതിജീവിത ഉണ്ടായല്ലോ. അതെ. ഓ, പെണ്ണുടിയന്മാർ മുഴുവൻ സഹോദരി മോളെ നിനക്ക് ഞങ്ങളുണ്ട് പിന്തുണ എന്നൊക്കെ പറഞ്ഞ് ആടിച്ച് ചെത്തക്കൊമ്പി കയറ്റി സിനിമ ഇൻഡസ്ട്രി മുഴുവൻ നിന്നോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞു. യൗമാരാരെങ്കിലും കഴിഞ്ഞ 6 വർഷം 7 വർഷത്തിനിടയിൽ ആ കുട്ടിക്ക് പടം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിച്ച് നോക്കി. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും തിരക്കിൽ നിൽക്കേണ്ട കുട്ടി ആ കുട്ടിയായിരുന്നു അല്ലേ? അതെ, തീർച്ചയായും. ഈ ഇഷ്യോട് കൂടി ആ കുട്ടി ഒരു വർഷത്തിലൊരു പടം ഇല്ലല്ലോ. ഇത് തന്നെ വിൻസിക്ക് സംഭവിക്കും. അത് ഭീഷണിയായിട്ട് പറയല്ല, അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്. കാരണം ഇങ്ങനെ പറയുന്നവരെ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും തെറ്റായ സന്ദേശം കൊടുക്കുന്നവരെ ചൂണ്ടിക്കാണിക്കുന്നവരെ ഒതുക്കുന്നതിന് ഏറ്റവും നല്ല രക്തസാക്ഷി ശാന്തിയുള്ള ദിനേശാണെന്ന് നിങ്ങൾ കൂട്ടിക്കൊള്ളും. പക്ഷേ ദിനേശ് പോടാ പുല്ലേ എന്ന് പറയുന്നത് കൊണ്ട് ഈ ഒതുക്കുന്ന പോടാ പുല്ലേ എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് പേടിയും വിഷമവും ദുഃഖമൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും അതാവാൻ കഴിയില്ല. അത് അവിടെയാണ് പ്രശ്നം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഒരു ഭരതനോ അല്ലെങ്കിൽ പത്മരാജനോ ഒക്കെ ആയിരുന്നു അവരുടെ ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ ഇതൊക്കെ അവർ അനുവദിച്ചു കൊടുക്കുമായിരുന്നോ? ഈ ഇതുപോലുള്ള പ്രവണതകൾ അവരുടെ സെറ്റിൽ അവരുടെ സെറ്റിൽ ഇത്തരം പ്രവണതകൾ അനുവദിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അവരതിൻ്റെ ആളുകളായോണ്ട്. പക്ഷേ വർക്കിലൊന്നും ഇവരെല്ലാം വൈകുന്നേരം കൂട്ടായി എല്ലാം കാണിക്കാമോ എല്ലാം കാണിച്ചിരുന്നവർ തന്നെയാണ്. ഇനിയിപ്പോൾ ഗന്ധർവനാണെന്നോ പരമശിവനാണെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഭരതേട്ടൻ്റെയും പത്മനാഭ സാറിൻ്റെയൊക്കെ സെറ്റുകളിൽ അവർ വൈകുന്നേരങ്ങളിൽ ചങ്ങാതിക്കൂട്ടങ്ങൾ കാണിക്കാൻ പാടില്ലാത്ത എല്ലാ പണികളും ചെയ്യുമായിരുന്നു. പക്ഷേ അവർ, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ പറയുന്നു, സെക്കൻഡറി ആയിട്ടേ ഇതൊക്കെ എടുത്തിട്ടുള്ളൂ. സിനിമ ഹോസ്റ്റൽ സിനിമ ആ വ്യത്യാസം ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. നിക്കറിട്ട് വരുന്ന കുറേ സംവിധായകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ താടി കുളിക്കാത്ത കുറേ പൈലുകളുണ്ട്. അതുപോലെ ക്യാമറാമാൻ മറ്റോ മറിച്ചോ എല്ലാം ഒരേപോലെ ഇരിക്കും, ഒരമ്മ പറ്റുപോലെ ഇരിക്കും. താടി മുടിയൊക്കെ വളർത്തി കുളിക്കാതെ യവന്മാരെല്ലാം കൂടെ കാരവനിൽ കയറുന്ന ആദ്യം പുകയെല്ലാം റെഡിയായി കഴിയുമ്പോൾ ആലോചിക്കും, ഇന്ന സീനിലെ മറ്റേ ഷോട്ട് നമുക്ക് ഒന്നുകൂടെ റീഷൂട്ട് ചെയ്താലോ. അങ്ങനെ റീഷൂട്ട് ചെയ്താൽ വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചർച്ച ചെയ്ത് ഉച്ച വരെ പോകും, വീണ്ടും വലിക്കും, എന്നിട്ട് എന്തെങ്കിലും തിന്നുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങും. എന്നിട്ട് ഉച്ച കഴിച്ച് പിന്നെ എന്തെടുക്കാം, ഇന്നൊരു മൂഡില്ല, നമുക്ക് നാളെ എടുക്കാം. നഷ്ടം സഹിക്കേണ്ടത് അല്ല, ആ ഓച്ചനും കാണും മിക്കവാറും ഇതിൽ. ഇവനൊക്കെ ഡേറ്റ് കൊടുക്കുന്നത് അവൻ്റെയൊക്കെ ഗ്യാങ്ങുകൾക്ക് കൊടുക്കും. ഇപ്പം സുമേഷ് പോയി ഒരു ഡേറ്റ് ചോദിച്ചു തരില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ അവൻ ചെന്നവനോട് ഒരു ഡയറക്ടർ ചോദിച്ചതേ പറഞ്ഞിട്ട് വന്നത് ഇന്നാളെ ഓക്കെ വലിക്കൂ ഇല്ല, മദ്യപിക്കൂ ഇല്ല, ഞങ്ങളുടെ സെറ്റിൽ കല്യാണമടക്കം എല്ലാം ഉണ്ട്, മദ്യമുണ്ട്, ഞങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിൽക്കാൻ പറ്റും, അനിയും നിൽക്കാൻ ഒക്കില്ല. ഇപ്പോൾ കട്ട് ചെയ്ത് വിടുന്ന നാടാണ്. കട്ട് ചെയ്ത് വിട്ടു മലയാളത്തിലെ ഒരു വലിയ സംവിധായകൻ. ശരി, അവൻ ഈ അണ്ടിയാളെ ഞാനെ പോലെ എന്നോട് പറയാണ്, സാറെ ചെന്നപ്പോൾ എന്നോട് വലിക്കുമെന്ന് കേട്ട് ഞാൻ വലിക്കില്ല എന്നുള്ളപ്പോൾ നമ്മുടെ സെറ്റിന് പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാണ് വർത്തമാനകാല മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ്. മയക്കുമരുന്നൊക്കെ പോകണമെങ്കിൽ ആകെ ചെയ്യാവുന്നൊരു പണി എന്താണെന്നറിയോ, ചില ആളുകളെ പുള്ളി തൊട്ട് വയ്ക്കണം. ഈ സംവിധായകൻ്റെ സെറ്റിൽ വലിയുണ്ടാവും, ഈ സംവിധായകൻ്റെ സെറ്റിൽ കുടിയുണ്ടാവും എന്ന് പറഞ്ഞ് വെച്ചിട്ട് ആ സെറ്റുകൾ കൃത്യമായിട്ട് ഷാഡോ പോലീസ് നിരീക്ഷിക്കുകയും അറസ്റ്റ് ചെയ്യണം. പക്ഷേ അവിടെ പ്രശ്നം എവിടെയെന്നറിയാം, സിനിമയാണ് ലഹരി, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിലെ ആളുകൾ എന്നെ തള്ളക്കി വിളിക്കുന്നതാണ് ലഹരി ക്കുന്ന ഒരാളാണ് ബി ഉണ്ണികൃഷ്ണൻ. അയാൾ മദ്യപിക്കില്ല, പുകവലിക്കില്ല, ഒന്നും ചെയ്യും. പക്ഷേ അയാളാണ് ആദ്യമായിട്ട് അതിനെ എതിർത്തത്. ഈ ഷാഡോ പോലീസ് ഒന്നും സെറ്റ് വരാൻ പറ്റില്ല. അതുപോലെ ഈ അടുത്ത കാലത്ത് പെന്തക്കോസായി മാറിയ ആളാണ് സിബി മലയിൽ, അയാളാണ് ഇത് എതിർത്തത്.
അപ്പോൾ ലഹരി ഉപയോഗിക്കാത്ത ഇവരാണ് പോലീസോ ഷാഡോ പോലീസോ സെറ്റിൽ വരാൻ പാടില്ല എന്ന് പരസ്യമായി എതിർത്തത്, പ്രൊഡ്യൂസേഴ്സ് അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ വിചാരിച്ചത് ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെയായിരിക്കും. എന്താ പറയുക, ഈ പുല്ലന്മാരെല്ലാം വലിച്ചും കുടിച്ചും ഒക്കെ തീരിട്ടെന്നേ, അത് കഴിഞ്ഞ് നമുക്ക് സിനിമ ശുദ്ധികലശം നടത്താമെന്നിരിക്കും. അതുകൊണ്ടായിരിക്കും. പക്ഷേ ഷാഡോ പോലീസിനെ സെറ്റുകളിൽ അനുവദിക്കണമെന്നേ. ഇന്നൊരു പടം തുടങ്ങുകയാണ്, ദിനേശ് സംവിധാനം വലിയാണ്, കൂടെ അഭിനയിക്കുന്നത് നല്ല കുടിയാണ്. ഇന്ന് അവൻ്റെ ക്യാരവാനിൽ കയറിയാൽ പൊക്കാമെന്ന് ഷാഡോ പോലീസിന് മനസ്സിലായാൽ അങ്ങനെ ഒരു 5 സെറ്റ് ഇന്ന് പൊക്കിയാൽ ഈ പ്രശ്നം. പക്ഷേ അവിടെയുണ്ട് പ്രശ്നം. ഇന്ന് ഒരു സിനിമ, ഇന്നിപ്പോൾ ഏത് സിനിമ ഒരു വർഷത്തിനിടയിൽ റിലീസായ സിനിമ എടുത്ത് നോക്കൂ, ഒന്നിലേറെ സിനിമ സംവിധാനം ചെയ്ത് എത്ര സംവിധായകർ ആരും ഉണ്ടാവില്ല. ഇല്ല, പാട്ടില്ലല്ലോ, വർത്താനല്ലോ. നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനാണ് തിയേറ്ററിൽ പോകുന്നത്. പാട്ടൊന്നുമില്ലല്ലോ, പാട്ടൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ കരഞ്ഞോണ്ട് പോകണം, ജലദോഷം പിടിച്ച ഏതോ ഒരുത്തൻ ഇരുന്ന് കരയും പോലെ എന്തോ പറഞ്ഞോണ്ട് പോകും. അത് പാട്ടായിട്ട് ഞാൻ കൂട്ടില്ല. അത് ദേവരായ മാഷിനെ പോലെ, ദക്ഷിണാമൂർത്തി സ്വാമിയെ പോലെ, പോലെ ബാബുരാജിനെ പോലെ ആണുങ്ങൾ, രവീന്ദ്രനെ പോലെ, ജോൺസനെ പോലെ ആണുങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പാട്ടൊന്നുമല്ല. ഒരു പാട്ടുകാരൻ ഈ അടുത്ത കാലത്ത് വലിപ്പിച്ച കഥ കണ്ടില്ലേ? ഒരു സ്റ്റേജ് ഷോ നടത്തിയിട്ട് അവൻ്റെ 38 ലക്ഷം രൂപ വലിപ്പിച്ചിട്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നു, ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ട് കേസ് പിടിപ്പിക്കുന്നു. അയ്യോ, ഈ മലയാള സിനിമ മൊത്തം നശിച്ചെന്നേ. കുറേ കൂതറകൾ എല്ലാവൻ്റെ കയ്യിലും കോടികളുണ്ട്. അതാണ് പ്രശ്നം. ഒരുത്തം കണ്ടില്ലേ, ഒരു പെണ്ണിനെ 1 വർഷം കൊണ്ട് നടക്കും, അവൾക്ക് ഒരു കോടിയോ 2 കോടിയോ കൊടുത്ത് അവളെ പറഞ്ഞു വിടും, അടുത്ത ആളെ വിളിക്കും, അവളെ ഒരു 6 മാസം കൊണ്ട് നടന്നിട്ട് അവളെ പറഞ്ഞു വിടും. മൊത്തം നശിപ്പിച്ചെന്ന ഈ കൂതറകളെല്ലാം കൂടി. ഈ പറയുന്ന സംഗീത സംവിധായകൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് പ്രശസ്തനായ ഒരു നടൻ, മലയാളത്തിലെ ജെന്റിൽമാനായ നടൻ. അയാളെങ്കിലും നാണം കെടുത്തരുതെന്ന് വിചാരിക്കണ്ടേ? അല്ല, ഇവനെ പോലുള്ളവൻ്റെ നടക്കാനാണ് ആളുള്ളത്. അല്ല, പ്രായപൂർത്തിയായ മകനുണ്ട്. അപ്പോൾ ആ പയ്യൻ കുറേ ഇപ്പം തന്നെ ഏതാണ്ട് തീരാറായി, പഴുത്ത് ഷുഗറൊക്കെ ഹൈ കയറി എന്ന് പറഞ്ഞു. ഈ ടെൻഷനും എല്ലാം കൂടെ കയറിയപ്പോഴേ ഈ വിത്തുകളെ പോലെ നടന്നാൽ പോരല്ലോ. അപ്പോൾ പോലെയാണ് ഇപ്പോൾ ഇരിക്കണേ. അപ്പം ഒന്നുകിൽ അവൻ തീരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് പാരാലിസിസ് ആയിട്ടേ കിടക്കും. അപ്പോൾ ഈ മക്കൾ തന്നെ കാണും, ഈ നല്ല തള്ളക്കി പറഞ്ഞ ആ മക്കൾ തന്നെ വന്ന് ചവിട്ടിലൊക്കെ ഇട്ട് കുത്തി കൊടുത്തിട്ട് വൈ വലിയ. ഇനിയിപ്പോൾ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. ഇനി ഒരു സിനിമ ചെയ്യാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യാൻ പറ്റും? എൻ്റെ പൊന്ന് സുമേഷ്, എന്നെ പോലുള്ള ആളിന് സിനിമ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തോന്നുന്നതാണ് ചെയ്യുമെന്ന്. എൻ്റെ ആഗ്രഹമാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത്, ഈ സബ്ജക്റ്റ് ചെയ്താൽ കൊള്ളാം, ഈ സബ്ജക്റ്റ് ചെയ്താൽ കൊള്ളാം, എൻ്റെ കയ്യിൽ റൈറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല എങ്കിൽ എന്നെ വിശ്വസിച്ച് എത്ര കോടി മുടക്കുകയാണെങ്കിലും ദിനേശ് നിങ്ങളെ വിശ്വസിച്ച് ഞാൻ മുടക്കാം. കാരണം നിങ്ങൾ വലിപ്പിക്കില്ല, നിങ്ങൾ ചുരുട്ടും കഞ്ചാവും വലിച്ചുകൊണ്ടിരിക്കില്ല, നിങ്ങൾ സിനിമ എടുക്കുള്ളൂ എന്നറിയാം, റീസണബിളായിട്ട് ചെയ്തു തരുമെന്നറിയാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും മുടക്കാം, നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞൊരാൾ വന്നാൽ അല്ലാതെ ഞാൻ സിനിമ ചെയ്യില്ല. എനിക്കിപ്പോൾ സിനിമ ചെയ്ത് കേരളത്തിൽ ആരോ പറയുമ്പോൾ 3.5 കോടി ജനമുള്ളതിൽ എത്ര പേര് ഒരു 500 രൂപയിലും ഇല്ല. അപ്പോൾ പിന്നെ അത് മതി എനിക്ക്. ഞാനിപ്പോൾ സുഖമായിട്ട് എൻ്റെ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നുണ്ട്. എനിക്കത് ആവശ്യമൊന്നുമില്ല. ഞാൻ എന്താ സീരിയലിന് പോകാത്ത? എൻ്റെ പോലത്തെ ആദ്യത്തെ സീരിയൽ റേറ്റിങ്ങിൽ 1ാമത് പോയ സാധനം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ചാനലുകളിൽ ചെന്ന് താങ്ങണ്ടെന്നേ. ഇപ്പം ഓരോരുത്തരെ പേജ് ചെന്ന് കണ്ടു ഒരു സീരിയൽ കാരണം ഞാൻ കൂട്ടിത്തരുന്ന കാര്യമൊക്കെ ഞാൻ ശരിയാക്കി തരാം, നായിക കൊണ്ടുവരാം, ഗസ്റ്റ് ഹൗസ് പറഞ്ഞാൽ മതി, അവിടെ കൊണ്ടുവരാമെന്ന് പറയാൻ എന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സീരിയലും വേണ്ട, സിനിമയും വേണ്ട, നമ്മളിങ്ങനെ ജീവിക്കും. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഈ നമ്മൾ ഈ വടക്ക് നോക്കേന്ദ്രം, സന്ദേശം, നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് സിനിമകളുണ്ട്. അതൊക്കെ ഇപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഡയലോഗുകൾ പോലും നമ്മൾ പലരും മറന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കൂടെയൊക്കെ സിനിമ കണ്ടു വളർന്ന നമ്മളൊക്കെ ഈ ഒരു ഇതൊരു നശിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല, ഇതുപോലെയുള്ള ഈ ക്രൈമൊക്കെ അതിഭീകരമായ കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ സിനിമകളൊക്കെ പടച്ചു വിടുന്നതിലൂടെ ഇവിടെ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതൊക്കെ എന്തോ ഒരു തടയിടാത്തത്? അത് തടയിടേണ്ടത് സെൻസർ ബോർഡല്ലേ. സെൻസർ ബോർഡിലിരിക്കുന്നവർ പോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാറില്ല. അത് കഴിഞ്ഞിട്ട് കേരള സെൻസർ ബോർഡ് ചിലർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ് സെൻസർ ബോർഡ്, ഏത് സ്റ്റേറ്റിലായാലും. അല്ലാതെ ഈ വിവരമില്ലാത്തവന്മാരാണ് പറയുന്നത് കേരളത്തിലെ സെൻസർ ബോർഡ് പിണറായി വിജയൻ്റെ ആണെന്ന്. അവിടെ പിന്നെ ബാലും തല ഇല്ലാത്ത ചിലർ ഇരിപ്പുണ്ട്. കാരണം അക്കാഡമിയിൽ മെമ്പറായിരിക്കുന്ന ആൾ തന്നെ സെൻസർ ബോർഡ് മെമ്പറായിരിക്കുന്ന മഹതി ഇവിടെ ഉണ്ട്, തിരുവനന്തപുരത്ത്. നാളെ കോൺഗ്രസ് വരുമ്പോൾ അതിലും പോകും. അങ്ങനെ നടക്കുന്ന അവസരവാദികൾ കുറച്ച് വരെ ഉള്ളൂ. ബാക്കിയെല്ലാം അതാത് കാലങ്ങളിൽ കേന്ദ്രം ഭരിക്കുന്നവരാണ് സെൻസർ ബോർഡ് ഇരിക്കുന്നത്. സെൻസറിങ്ങിനോട് എതിർപ്പുള്ള ആളാണ് ഞാൻ. പക്ഷേ ഈ എതിർപ്പുണ്ടായിട്ട് ഒരു ഫലവുമില്ല. കാരണം എന്താ പറയുക, ഇപ്പോൾ സെൻസർ ചെയ്യുന്നത് അവർ ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ ഇവിടെയാണ്. അപ്പോൾ പിന്നെ എന്തിനാ ഈ ബോർഡ്? ഇപ്പോൾ ഞാൻ അറിഞ്ഞത് ഇവിടുത്തെ 40 പേരും മാറ്റുന്നു എന്നാണ്. രാഷ്ട്രീയ നിയമനമല്ലേ? അല്ല, അത് മാറ്റുന്നു. കാരണം അതിപ്പോൾ BJP ആയിരുന്നാലും ഇടതായിരുന്നാലും മലതായിരുന്നാലും രാഷ്ട്രീയ നിയമനമാകുമ്പോൾ കഴിവുള്ളവരെ അല്ലെങ്കിൽ അറിവുള്ളവരെ എടുക്കില്ല. അതാത് കാലങ്ങളിൽ ഭരിക്കുന്നവരുടെ എഴുത്തുകളെ മാത്രമേ എടുക്കൂ. അത് ഇന്നും ഇന്നലെയൊന്നുമല്ല. ഇപ്പോൾ കരുണാകരൻ
ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് പിച്ച ബഷീറിനെ സെൻസർ ബോർഡിൻ്റെ റിവൈസിംഗ് കമ്മിറ്റി മെമ്പറാക്കിയ ആളാണ്. പിച്ച ബഷീർ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് മരിച്ചുപോയി. എനിക്കറിയാം. ഞങ്ങളുടെ പിച്ച ബഷീർ എന്ന് പറഞ്ഞാൽ റിവൈസിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. അങ്ങനെയൊക്കെ എടുക്കുന്ന കാലമാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന സുകുമാരനെ KSFCയുടെ ചെയർമാനാക്കിയില്ലേ കരുണാകരൻ. അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അതായത് ഈ രാഷ്ട്രീയ പിടിപാടുള്ളവ എന്തും ചെയ്യും. അത് അതിന് വേണമെങ്കിൽ നീയൊക്കെ വേണമെങ്കിൽ സമ്മതിച്ചാൽ മതി എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഈ ഇപ്പോൾ എമ്പുരാൻ വിവാദം. അന്ന് താങ്കൾ പ്രതികരിച്ചില്ല, കാരണം എന്തോ കാരണങ്ങൾ കൊണ്ട് ഞാൻ പ്രതികരിച്ചില്ലേ, പല മീഡിയയിലും കറക്റ്റ് സമയത്ത് പറ്റാത്ത ഞാൻ ആശുപത്രിയിലായി, അസുഖമായിട്ട് ആശുപത്രിയിലായി 2-10 ദിവസം. എന്നാലും ഞാൻ പ്രതികരിക്കാനുള്ളതൊക്കെ പ്രതികരിച്ചു. അല്ല, അതൊരു നല്ല എന്നാൽ അതിന് മുമ്പേ എമ്പുരാൻ വരുന്നതിന് മുമ്പേ പ്രതികരിച്ച ഒരൊറ്റ ആളേ ഉള്ളൂ യൂട്യൂബിൽ, അത് ദിനേശാണ്. ഈ ഇതിൻ്റെ ആലോചന നടക്കുന്ന കാലം അതിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇതൊരു എന്താണ് ഒരു ബിസിനസ് ട്രിക്ക് അങ്ങനെ വിചാരിക്കാം, പക്ഷെ അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, മോഹൻലാലിനെ പോലെ ഒരു നടൻ, അതായത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മോഹൻലാലിനെയൊക്കെ അറിയാലോ, സിനിമ ശരീരം മുഴുവൻ സിനിമ, ഇതുപോലൊരു എന്തെങ്കിലും ഒരു ട്രാപ്പിൽ ചെന്ന് ചാടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അതിൽ മോഹൻലാലിനെ അങ്ങനെ ട്രാപ്പിലൊന്നും പെടുത്തിയിട്ടില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ പടം എടുത്ത ആന്റണി പെരുമ്പാവൂർ, ആ പടം വിതരണം എടുത്ത ഗോകുലം ഗോപാലൻ, ആ പടം എടുത്ത നായകനായ മോഹൻലാൽ, ആ പടത്തിൻ്റെ തിരക്കാകൃത്തായ അല്ല മുരളി ഗോപി, ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പൃഥ്വിരാജിനെ മാത്രമല്ല ഇവിടെ കോർണർ ചെയ്തത്. അഹമ്മദ് ഗുൽഷൻ എന്ന് പറഞ്ഞ് UAE മുഴുവൻ സിനിമാ സാമ്രാജ്യം കൈവെള്ളയിൽ വെച്ചിരിക്കുന്ന 1964 മുതൽ UAE മുഴുവൻ സിനിമയും സാമ്രാജ്യവും കയ്യിൽ വെച്ചിരിക്കുന്ന അഹമ്മദ് ഗുൽഷനുമായി പൃഥ്വിരാജ് നിൽക്കുന്ന ഫോട്ടോ കൊടുത്തിട്ട് ദാവൂദ് ഇബ്രാഹിമുമായിട്ടാണ് രായപ്പൻ്റെ ബന്ധമെന്ന് പറഞ്ഞ് പോസ്റ്റിട്ട നാടാണ്. ഞാനതിന് പകരം ഒരു പ്രോഗ്രാം ചെയ്തു. അതിൽ ഞാനൊരു 10-60 ഫോട്ടോ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ആരൊക്കെയെന്ന് പറയാം? അഹമ്മദ് ഗുൽഷനോട് നിൽക്കുന്നത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സുരേഷ് കുമാർ, ഉണ്ണി മുകുന്ദൻ, മമ്മൂട്ടി, മോഹൻ, ആന്റണി പെരുമ്പാവൂർ, ടൊവിനോ തോമസ് എന്ന് തുടങ്ങി ദുൽഖർ ഒക്കെ, മഞ്ജു വാര്യർ ഒക്കെ നിൽക്കുന്ന ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് രായപ്പൻ മാത്രം പോയ രായപ്പൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളിയെ. അത് എന്താ പറയുക, രാഷ്ട്രീയമായി നമ്മളിപ്പോൾ ഏത് കാര്യവും രാഷ്ട്രീയമായിട്ടല്ലേ കാണുന്നത്. അതാണ് പ്രശ്നം. എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലെനിക്ക് ആണൊരുത്തനും തോന്നിയത് മുരളി ഗോപിയാണ്. പ്രതികരിച്ചിട്ടേ ഇല്ല. അയാൾ ഒരക്ഷരം മാറ്റില്ല, ഒരക്ഷരം വെട്ടിയില്ല എന്ന് പറഞ്ഞു. കാരണം പൃഥ്വിരാജ് പോലും മോഹൻലാലിൻ്റെ പോസ്റ്റ് എടുത്ത് റീപോസ്റ്റ് ചെയ്തു, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്തു. അല്ല, ഞാൻ അവിടെ ചോദിച്ചത് അവിടെയാണ് ഒരു വിഷയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിനൊരു വിപരീതമായൊരു തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് എടുക്കേണ്ട സുരേഷ് കുമാറിൻ്റെ നിങ്ങൾ കാണുമ്പോൾ പറ, നിങ്ങളൊരു പടം ഇതിനെതിരെ എടുക്കുക. സുരേഷ് കുമാറിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പോട്ടെ, കേരള ഡയറി എന്ന് പറഞ്ഞൊരു പടം വന്നു. എന്തിന് കേരളത്തിലുള്ള ഒരു വിപരീതമായ പടം എടുത്തോ? ഇല്ലല്ലോ. ഈ കേരള ഡയറി പറയുന്ന കള്ളാണെന്ന് പറഞ്ഞൊരു പടം എടുത്തില്ലല്ലോ. കേരള സ്റ്റോറിക്ക് അങ്ങനെ ഇത് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ KR ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴേ ചാരങ്കാട്ട് അശോകൻ എന്ന് പറഞ്ഞ് എറണാകുളത്ത് ആലപ്പുഴയിലെ കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കുടുംബത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായ ചാരങ്കാട്ട് അശോകൻ ചാരങ്കാട്ട് ഫിലിംസിൻ്റെ ബാനറിൽ KR ഗൗതമി എന്നൊരു പടം എടുത്ത് ഗീതയെ വെച്ചിട്ട് ഗീതയെ കൊണ്ടുപോകുന്നു, ഗൗരിയമ്മയെ കൊണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു ഒക്കെ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഷൂട്ടിംഗ് നടക്കുന്നിടത്തോ പോസ്റ്റർ ഒട്ടിക്കുന്നിടത്തോ ഒന്നിനും തുടരുന്നൊരു ഇതായ ഇണ്ടാസ് അയച്ച് ആരും തൊട്ടില്ല. പടം വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല ആരും. അതിലേ പോയി. ചീഫ് മിനിസ്റ്റർ KR ഗൗതമി. അടുത്തത് ലെഫ്റ്റ് പിണറായി വിജയന് ഇതിനപ്പുറം താറടിക്കാനില്ല. അല്ല, എന്തുകൊണ്ടാണ്? മുരളി ഗോപിയാണ്. മുരളി ഗോപിയാണ് അതിൻ്റെ. ശരി, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ സിനിമ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല? നിങ്ങൾ വെറുതെ മണ്ടത്തരം പറയരുത്. പുറത്തിറങ്ങി ദയനീയമായി പൊളിഞ്ഞു. ആ സംവിധായകൻ അതോടെ തീർന്നു. എനിക്ക് വളരെ പരിചയമുള്ള പ്രിയദർശൻ്റെ എഡിറ്ററായിരുന്ന നല്ല ലെഫ്റ്റ് റിലീസാവാനായിട്ട് തിയേറ്ററുകളെല്ലാം എടുത്തതിന് ശേഷം അത് റിലീസാവുന്നതിൻ്റെ തലേ ദിവസം 30 തിയേറ്ററുകൾ അതിൽ നിന്ന് പിന്മാറിയെന്നാണ്. 30 പേര് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. അതെനിക്കറിയില്ല. അതിന് ഏറ്റവും വലിയ എളുപ്പം ഞാൻ പറഞ്ഞുതരാന്നേ. ആ ലെഫ്റ്റ് എന്ന് പറഞ്ഞ പടം എനിക്കൂടെ രഞ്ജിത്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, നമ്മുടെ ചിപ്പിയുടെ രഞ്ജിത്ത് ആണോ? ആ പടം എടുത്തേ ജനൻ TV ഫ്രീ ആയിട്ട് കാണിച്ചാൽ പോരെ? എല്ലാ ദിവസവും ലെഫ്റ്റ് ഇതാ പിണറായി വിജയനെ തള്ള കളിക്കുന്ന പടം കാണും. കാണിക്കില്ല എൻ്റെ സുമേഷേ. ആ മണിക്കൂറുകൾ കളയാൻ ഒരു ചാനലും തയ്യാറാവും. അല്ല, പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളതുപോലെ ഈ അടുത്ത കാലത്തുണ്ടായ ഈ രാഷ്ട്രീയ മത ചിന്തകൾ വേറെ ഒരു സംസ്ഥാനത്തും അല്ല. അത് നമ്മൾ വിവരം പറയും, വിവരമില്ലാത്തവനെന്ന് പറയുന്നവരാണ് നമ്മൾ എന്നിട്ട് കാണിക്കുന്ന വിവരക്കേടുകൾ മാത്രമേ കാണിക്കൂ. എല്ലാ രാഷ്ട്രീയ നിറത്തിലും രാഷ്ട്രീയ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൽ കാണുന്നതാണ് നമ്മളെ രാജ്യത്തെ നാടിൻ്റെ കുഴപ്പം. അതൊന്നും പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. ഇത് മതം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയണമെന്നേ? മാർക്സ് പറഞ്ഞ പോലെ കറുപ്പാണ്. ഇനി അതുപോലെ തന്നെയാണ് ഈ മലയാള സിനിമയിലെ ഒരു
ആറാട്ടണ്ണനെ പോലെയുള്ള കുറെ റിവ്യൂ ആ പേര് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം എന്താ അറിയോ, അല്ല തന്തയ്ക്ക് ചേർത്ത് നമ്മൾ ചീത്ത വിളിച്ചാൽ പോലും അവൻ അതൊരു എപ്പിസോഡ് ആക്കുന്നവനാണ്. മനസ്സിലായോ? എന്നെ ഫോൺ ചെയ്തിട്ടേ എന്നെ വിളിക്കുമ്പോൾ ഞാൻ നമസ്കാരം, ഞാൻ ആറാട്ടണ്ണൻ എന്താ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അവൻ്റെ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതാണ് സന്തോഷ് വർക്കി. ഇവൻ ഈ ആറാട്ടണ്ണൻ എന്ന് പറയും, ഇവൻ ആരും ഇത് പതിച്ചു കൊടുത്തതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഞാൻ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊന്ന് കട്ട് ചെയ്യുന്നു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വേറെ നമ്പറിൽ നിന്ന് ഫോൺ വരെയാണ്. നിങ്ങൾ ഫോൺ കട്ട് ചെയ്തത് ഞാൻ ആറാട്ടണ്ണനാണ്. അപ്പോഴും നമ്മൾ അത് വീണ്ടും കട്ട് ചെയ്യുന്നു. 5 മിനിറ്റ് കഴിയുമ്പോൾ വേറൊരു നമ്പറിൽ നിന്ന് ഒരു 10-50 സിമ്മായിട്ടാണ് നടക്കുന്നത്. ഈ ചെറുക്കനെ അവസാനം ഞാൻ മലയാളത്തിൽ ഒരു തെറി വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ എവിടെയെങ്കിലും വെച്ച് കിട്ടിയാൽ നിൻ്റെ മൂക്ക് കണ്ടല്ലോ, തൊണ്ടം മുളക് പോലെ ഇരിക്കുന്ന മൂക്കിനെ ഇടിച്ച് പരത്തും അത് ഉറപ്പ്. ഇനി എന്ത് കേസ് വന്നാലും ശരി, എവിടെ വെച്ച് കിട്ടിയാലും ശരി, ഒരടി കൊടുത്തിരിക്കും. അവൻ അതിനൊരു എപ്പിസോഡാക്കിന്ന്. ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീർ മാംഗോസ്റ്റിൻ മരത്തിൻ്റെ കസേരയിട്ടിരുന്ന് സൈഗാളിൻ്റെ പാട്ട് കേട്ട് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കിടക്കുമ്പോൾ പുള്ളിയുടെ മുന്നിൽ കൂടെ ഒരു നരി നടന്നു പോകുന്നു. പുള്ളി പെട്ടെന്ന് വാക്ക് സിക്കോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ ഒരു താമ്രപത്രം, അന്ന് കിട്ടിയ താമ്രപത്രം അതെടുത്ത് എറിഞ്ഞു കൊടുത്തു. ആ നരി വിചാരിച്ചെന്ന് അതിന് കൊടുത്താണ്. മനസ്സിലായോ? ഇതാണ് ഈ ചെറുക്കൈ. ഇവനെ തള്ളക്കി വിളിച്ചാൽ ഇവന് അവാർഡ് കൊടുത്തു എന്നാണ് അവൻ വിചാരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ഒരാളെ കൊല്ലാനുള്ള അവകാശമൊന്നും ഇല്ലല്ലോ, നമ്മൾ അകത്തായി പോകില്ല. അതാണ് അവൻ്റെ രക്ഷ. കാരണം അവനറിയാം എന്നെ ആരും കൊല്ലൂല, കൊന്നായ ഭാഗത്താവൂല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കൂതറ ചെറുക്കനെ പറ്റി നമ്മൾ സംസാരിക്കരുത്. ഞാൻ ഇപ്പോൾ അതാണ് സംസാരിക്കാൻ കാരണം ഓരോ സിനിമ തിയേറ്ററിൽ ചെല്ലുമ്പോഴും തിയേറ്ററൊന്നുമില്ല. ഇപ്പോൾ ആലുവയിൽ ഒരു തിയേറ്ററാണ്, അവിടുന്ന് അടിയും കൊടുത്ത് പറഞ്ഞു വിട്ടു. അവൻ ഗേറ്റിൻ്റെ വെളി ഇറങ്ങി നിന്നിട്ട് ആ തിയേറ്റർ ഉടമസ്ഥനെ ഞാനായിട്ടാണെങ്കിൽ കൊന്നോളാം, ഞാൻ ചീത്ത വിളിച്ചിട്ട് പോകുന്നു. അയാളെ തന്തയ്ക്കും തള്ളക്കും ചേർത്ത് ചീത്ത വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നീ നിനക്ക് വിചാരമല്ലടാ മറ്റവനെ എന്നൊക്കെ ചോദിക്കുന്നു. അല്ല, അത് മാത്രമല്ല, ഈ ക്ഷണിക്കാത്ത കല്യാണങ്ങളിൽ, സിനിമാക്കാരുടെ കല്യാണങ്ങളിലും ക്ഷണിക്കാത്തല്ല, കൈ നീട്ടി കൈ കൊടുക്കാത്ത നടന്മാരുടെയും നടിമാരുടെയും പറയാൻ നടക്കണമെന്ന് കാണാം. പിന്നെ അവൻ്റെ ചേച്ചിയുടെ പ്രായമുള്ള മഞ്ഞ കെട്ടിക്കൊള്ളാം, ഒരു ജീവിതം കൊടുക്കാന്ന് പറഞ്ഞു. അണ്ടർവെയർ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല ഈ ചെറുക്കന്. ചേച്ചി എന്തോ വിദേശത്ത് എവിടെ ഉണ്ട്, അവർ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് തിന്ന് നടക്കുന്ന ചെറുക്കൻ. നല്ല വിദ്യാഭ്യാസമുള്ള ചുമ്മാ പറ്റിപ്പ്. അവൻ PhD എടുത്ത് ഞാൻ മറ്റേ മദ്രാസിൽ IIT കിട്ടിയിട്ട് ഞാൻ പോയില്ലെന്ന് കള്ളം പറയുന്നതാണ്. ഇവൻ ഒരു പണിയില്ല. ഇവനെ പോലെ ഒരു 3-4 രാവിലെ അങ്ങനെ കുറേ വൃത്തികെട്ടവന്മാർ വെറുതെ ഉണ്ടാക്കി കളഞ്ഞ ഒരു 4-5 എണ്ണം ഇങ്ങനെ രാവിലെ തിയേറ്ററിൻ്റെ അടയിൽ വന്ന് ഈ വൃത്തികെട്ടാണ്. ഇവൻ്റെ പുറകെ അടക്കം ഒരു 50 മറ്റേ യൂട്യൂബർമാർ. ഇവനൊക്കെ നാണമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. വേറെ എന്തെല്ലാം പണിക്ക് പോയിരുന്നു, റോഡ് പണിക്ക് പോയിക്കൂടായിരുന്നു ഈ മൈക്കും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. അത് അവിടെയാണ് അതിൻ്റെ അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചോദ്യം. അതിന്റെ സമയം കഴിഞ്ഞു. അത് ഇവിടെ ചെയ്യാൻ നോക്കൂല. അതിലെ പ്രശ്നം ഇത് വാർത്താ പ്രശ്ന വകുപ്പിന്റെ കീഴിലാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എന്തൊക്കെയോ നിബന്ധനകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഗുരുനാഥനായ ഹരികുമാറിൻ്റെ ഒരു തുണിയില്ലാതെ ബ്ലൂ ഫിലിം എടുത്ത് പോസ്റ്റ് ചെയ്യണം, പാൽ പായസം എന്നൊക്കെ പറഞ്ഞിട്ടേ, തേങ്ങ പായസം പാൽ പായസം എന്നൊക്കെ പറഞ്ഞ് ബ്ലൂ ഫിലിം എടുത്ത് ഷൂട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യണം. അതിന് അവൾ എഴുതി കാണിക്കുന്നത് അല്ലല്ല. അതിന് മുമ്പ് നിളയൊക്കെ വളരെ ജൂനിയറാണ്. അതിന് മുമ്പുള്ളൊരു പെണ്ണ് ഞാൻ നോക്കിയപ്പോൾ ഹരികുമാർ റീത്തുകൊണ്ടിരിക്കുന്നു. ഈ പെണ്ണ് അയാൾ ആത്മാവിന് പുണ്യം കിട്ടുമോ? ഇയാൾ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമല്ലേ? നാഷണൽ അവാർഡ് കിട്ടിയ സംവിധാനം ഇതുപോലെ കമ്പിപ്പടം എടുക്കണമുള്ള അസിസ്റ്റൻ്റായിട്ട് കൊണ്ടു നടക്കാമോ? പുള്ളി വേറെ എന്തോ ടേസ്റ്റിൽ കൊണ്ടു നടന്നതാണ്. ഇങ്ങനെ ഉള്ള കേന്ദ്ര ഗവൺമെൻറ് 18 ചാനലുകൾ എന്തോ അതിന്ന് മറ്റേ OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് ബാൻ ചെയ്തു. അതിൽ കേരളത്തിൽ നിന്ന് ഒരൊറ്റ ചാനലാണ് ബാൻ ചെയ്തത്, എവളുടെ ഈ പാൽ പായസത്തിന്. അവളെന്തെന്നറിയാം, പാൽ പായസം വിട്ട് ഇപ്പം അരവണ പായസം എന്തരാക്കി. അടുത്തത് 1 ലക്ഷം രൂപ കൊടുത്താൽ എന്ത് തുണിമണിയില്ലാതെ കിടന്നു കൊടുക്കാനുള്ള ആണിനും പെണ്ണിനും കിട്ടുന്ന നാടായി മാറി. എന്നിട്ട് ഇവളുടെ ചാനലിൽ അഭിനയിച്ച ഒരു പെണ്ണ് പരാതിയൊക്കെ കൊടുത്ത് വലിയ വാർത്ത ഉണ്ടാക്കി. എൻ്റെ കുടുംബം തകർന്നു, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാൻ എൻ്റെ ഭർത്താവും കുട്ടികളും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത് നോക്കിയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവളുടെ ചാനലിൽ തന്നെ അടുത്ത പുതിയത്. കാരണം അവൾ 1 ലക്ഷം രൂപ എന്തിനാ കൂടുതൽ കൊടുത്തു. അപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്താൽ റോഡിലിരുന്ന് മൂത്രമൊഴിക്കാൻ, ക്യാമറയുടെ മുന്നിലിരുന്ന് മൂത്രമൊഴിക്കാൻ മടിയില്ലാത്ത പെണ്ണുങ്ങളുടെ നാടായി കേരളം അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷമം കൊണ്ട് പറയുക. അല്ല, തീർച്ചയായിട്ടും അത് വിഷമമല്ല പറയുന്നത്. 100 ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു പെണ്ണ് ആറ്റുകാൽ അമ്പലത്തിൽ കുറിയൊക്കെ അടിച്ചു നിന്ന് പൊങ്കാലിടുകയാണ്. അവളെ പുറകെ ഈ യൂട്യൂബർമാർ പുറകെ നടക്കാണ് ചേച്ചി എന്ന് വിളിച്ചാണ്ടേ. ആ സ്ത്രീയൊക്കെ ഒരു മടിയില്ലാതാണ് റോഡിൽ ഇരുന്ന് മൂത്രമൊഴിക്കുന്ന വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് ഇവിടുത്തെ പുരോഗമന വനിതാ സ്ത്രീകൾ കിടന്ന് അടിക്കുന്ന വാചകമൊക്കെ. അല്ല, അത് അവിടെയാണ് പറയുന്നത്. കണ്ടാ, അത് നിലപാടുള്ളവൾ, അവൾ അത് നമ്മളൊരു ആണുങ്ങളാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ഒരു അത്യാവശ്യത്തിൽ ഇവിടെ ഷുഗറിന്റെ ഹൈ ഷുഗർ വന്ന ഒരാൾ റോഡിൽ നിന്ന് മൂത്രം ഒഴിച്ചാൽ ഞാൻ കാർ ഓടിച്ചു പോവുകയാണെങ്കിൽ അവൻ്റെ പുറത്തുള്ള കാർ കയറ്റി ജീവിക്കും. അതെ. പക്ഷെ പെണ്ണിനെ പറ്റി പറഞ്ഞാൽ നമ്മളെ പേര് കേസെടുക്കും. ഒരു ഷുഗർ രോഗി റോഡിൽ നിന്ന് എവിടെയെങ്കിലും ഒരു മൂലയിൽ നിന്ന് ഞാൻ മൂത്രം ഒഴിക്കുന്ന കണ്ടാൽ ഞാൻ അവൻ്റെ പുറത്തുള്ള കാറ് കയറ്റി ഇറക്കുമെന്ന് പറഞ്ഞുള്ള പേര് ഒരു പുരുഷനാണ് പറഞ്ഞിരുന്നെങ്കിൽ വിവരം അറിയും. അതാണ് കേരളം. നമ്മുടെ കേരളം അങ്ങനെ ആയിപ്പോയെന്നേ.
സ്ത്രീ സൗഹൃദ സംസ്ഥാനമായി മാറിപ്പോയി. അതുകൊണ്ട് യുവക്കൊക്കെ ക്യാമറയുടെ മുന്നിലിരുന്ന് മൂത്രം ഒഴിക്കാം. അതാണ് അല്ല, അതിപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ സിനിമ കാണാൻ തന്നെ തോന്നുന്നില്ല. സത്യം പറയാമല്ലോ, സിനിമ കാണാനേ തോന്നുന്നില്ല. കാരണം പോസ്റ്റർ കാണുമ്പോൾ തന്നെ എന്തൊക്കെ പേരുകളാണ് പണ്ടത്തെ സിനിമകളുടെ. പോകരുത്. നിങ്ങൾ ഇനി കാര്യം കാണാൻ, അല്ല കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം, അല്ലെങ്കിൽ നൊമ്പരത്തിപ്പൂവ്, അതൊക്കെ എന്ത് മനോഹരമായ മീനമാസത്തിലെ സൂര്യൻ, ഇങ്ങനെയുള്ള പേരുകൾ ഇനി ആലോചിക്കുക. ഇപ്പം നേരത്തെ നിങ്ങൾ പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ തന്നെ, എന്തൊക്കെയോ തട്ടിക്കൂട്ടി ചുമ്മാ കാതെന്ന് പറഞ്ഞ് ചെയ്ത് വെക്കുന്നതല്ലേ. കാണാൻ പോകരുത്. ഞാൻ പോകില്ല. അല്ല, ഞാൻ 100 പടം ഇറങ്ങുകയാണെങ്കിലേ 20 പടം പോലും കാണാം. മാസങ്ങൾക്ക് ശേഷം ഞാൻ പോയി കണ്ടത് എമ്പുരാൻ. അതിനുശേഷം ഒന്നും കാണാൻ തോന്നുന്നില്ല. കാരണം ഇത് എന്തൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്, എന്തൊക്കെയാണ് പിടുത്തമില്ലാതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ നമുക്ക് നമ്മളെ പോലുള്ള ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അടക്കമാണ്. അപ്പോൾ നിങ്ങളുടെ എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇനിയൊരു ശാന്തതയും മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ വീണ്ടും പുസ്തകങ്ങളിലേക്ക് മടങ്ങുക. അതെ അതെ, നല്ല നല്ല പുസ്തകങ്ങളുണ്ട് കേട്ടോ. ആ പുസ്തകങ്ങൾ വാങ്ങി വായിക്കും. ഈ കൂതറ സിനിമ തിയേറ്ററിൽ ചെന്നിരുന്ന് ഇവൻ്റെയൊക്കെ വിസിലടിയും കൂക്ക് വിളിക്കും ഇടയിൽ ഇരിക്കാതെ നല്ല പുസ്തകങ്ങൾ വായിച്ച്. അല്ല, അത് മാത്രമേ. പക്ഷേ ഇപ്പോൾ ലൈബ്രറികളൊക്കെ ഉണ്ടെങ്കിൽ ലൈബ്രറിയിലൊന്നും ഞാൻ പോകില്ല. ഞാൻ പട്ടിണി കിടന്നാലും പുസ്തകം വാങ്ങിക്കുമല്ലോ. ഒരാളുടെ പുസ്തകം, ഞാൻ സുമേഷിൻ്റെ വീട്ടിൽ വന്നാൽ സുമേഷിൻ്റെ ഓഫീസ് ഈ പുസ്തകം ഞാൻ എടുത്തോട്ടെ ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു പുസ്തകം ഇഷ്ടമെന്ന് തോന്നിയാൽ ഞാൻ എൻ്റെ ആരാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്ന് കുറിച്ചെടുത്തോണ്ടങ്ങ് പോകും. എന്ത് വന്നാലും ശരി, പട്ടിണി കിടന്നാലും ശരി, പിറ്റേ ദിവസം വാങ്ങിച്ചിരിക്കും. അല്ല, എനിക്ക് അതാണ് എൻ്റെ. ഞാൻ കൊടുക്കില്ല. ഞാൻ കൊടുക്കില്ല, പുസ്തകം കൊടുക്കില്ല. പുസ്തകം ഒരു മനുഷ്യന് വായിക്കാൻ പോലും കൊടുക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടെ പോകും. ആ പുസ്തകം പോയി. കൈവിട്ട പോകുന്നത് മാത്രമല്ല, അതൊരു വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ്. വാവിട്ട വാക്കും കൈവിട്ട പുസ്തകവും തിരിച്ചിട്ടില്ല. അതെ, അതായത് ഒരുപാട് പേര് നമ്മൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ വായിച്ച പുസ്തകമാണെങ്കിൽ പോലും അത് അച്ചടിച്ചിറക്കി അതുപോലെ ഇരിക്കും. അതായത് പേജ് മറിക്കുന്നത് പോലും. ഞാൻ പേനയിട്ട് എഴുതില്ല, പേപ്പർ മടക്കി വയ്ക്കില്ല. ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ടേ വായിക്കുള്ളൂ. വീക്കിലി പോലും ഒന്നും മടക്ക് പോലും. ആ പേപ്പർ കണ്ടില്ലേ, ഉടഞ്ഞെന്ന് പോലും തോന്നില്ല. വായിച്ചാൽ അതുപോലെ വയ്ക്കും. അതൊരു ഓരോരുത്തരുടെ ശീലമാണ്. ചിലർ കിട്ടിയാൽ അവിടെ മീശ വരയ്ക്കും. അതിലെ പെണ്ണുങ്ങൾക്ക്. അതെ, വീക്കിലി അത് വരച്ചില്ലെങ്കിൽ ഈ ചിലരെ നമ്മുടെ വർത്തമാനം പറഞ്ഞിരിക്കും, ചുമ്മാ നിൽക്കുന്ന ചെടിയുടെ ഒരു ഇല അങ്ങ് പറിക്കും. കണ്ടിട്ടുണ്ടോ? അതെ, ചുമ്മാ തുപ്പും. അത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാ ഈ ഇല പറിച്ച് തുപ്പിയതെന്ന്. അത് പറഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചു, ജഗതി അതൊരു കാവടിയാട്ടത്തിലല്ലേ? അല്ല, കാവടിയാട്ടത്തിലല്ല, ഞങ്ങളുടെ എഴുന്നള്ളത്തിൽ ഒന്ന് പറയും. അത് ഈ ജഗതിയൊക്കെ ഭയങ്കര അപകടകാരിയാണ്. അതായത് ജഗതി, ത്യാഗരാജൻ, തമിഴിലെ ത്യാഗരാജൻ, ഇങ്ങനെ ഞാൻ വർക്ക് ചെയ്ത ചില അപകടകാരികളാണ്. കാരണം അവർ റിഹേഴ്സൽ സമയത്തെ അവർ വളരെ മിനിമമായിട്ടായിരിക്കും കാണിക്കുന്നത്. ത്യാഗരാജൻ എന്ന് പറഞ്ഞാൽ പ്രശാന്തിൻ്റെ അച്ഛൻ ന്യൂഡൽഹി ലെവലിൽ വിഷ്ണു. പക്ഷേ അവർ ടേക്ക് സമയത്തെ അവരുടെ മുഴുവൻ ചിന്തകളും ടേക്കിൽ നമുക്ക് എന്ത് നമ്പർ ഇടാമെന്നായിരിക്കും. അങ്ങനെ ഹരികുമാർ സാറിൻ്റെ എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞ പടം പോത്തങ്കോട് പാലസിൽ നടക്കുക. അവിടെ വെച്ച് സിദ്ദിഖിനെയും ജയറാമിനെയും മുകേഷിനെയും പട്ടച്ചാരായം കുടിപ്പിക്കുന്ന ഒരു സീനാണ്. ജഗതിക്ക് പിമ്പാണ് ജഗതിയുടെ ക്യാരക്ടർ. ഓ, നിങ്ങൾ ഡബിൾ അമ്മയാണെന്ന് കേൾക്കുമ്പോൾ അതേന്ന് അഭിമാനത്തോടെ പറയുന്ന ക്യാരക്ടർ. അപ്പോൾ റിഹേഴ്സലിൽ കാണിക്കുന്നു, മുകേഷ് തലകുത്തി മറിഞ്ഞ് കുടിച്ചൊക്കെ കാണിക്കുന്നു, ആഹു എന്നൊക്കെ കാണിക്കുന്നു, സിദ്ദിഖ് കാണിക്കുന്നു, ജയറാം കാണിക്കുന്നു. ജഗതി മാത്രം മര്യാദക്കാരനായിട്ടിരിക്കുന്നു. ക്യാമറ ഓടി ആക്ഷൻ പറഞ്ഞു. ജഗതി എല്ലാവർക്കും ഗ്ലാസ്സിലൊഴിച്ച് ഓരോരുത്തർക്കായിട്ട് കൊടുത്തു. ഇവർ റിഹേഴ്സലിൽ കാണിച്ച സാധനം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ജഗതി ആ കടകട അടിച്ചിട്ടേ ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ച നിൽക്കായിരുന്നു. ഒരു പിടി പറിച്ച് ഈ അച്ചാറിന് പോലെ മൊത്തം ചവച്ച് ടച്ചിങ്സ് മൊത്തം തിന്ന് ഇറക്കി. വേറെ ആർക്കും പറ്റുമോ? ഹരികുമാർ സാറിൻ്റെ കൺട്രോൾ പോയി. പുള്ളി ചിരിക്കാത്ത ആളാണ്. പക്ഷെ പുള്ളി ചിരിച്ച് തലത്തി പറഞ്ഞുകൊണ്ട് കട്ട് പറയാൻ പറഞ്ഞു. അപ്പം ജഗതിക്ക് തുപ്പാൻ പറ്റുമോ? ജഗതി മൊത്തം തിന്ന്. അതുപോലെയുള്ള ഒരു ജീനിയസ് ഒക്കെ ഇനി ഉണ്ടല്ലേ. എൻ്റെയൊക്കെ ഭാഗ്യം അതാണ്. ഇതുപോലുള്ള ജീനിയസുകളുടെ കൂടെ KP ഉമ്മറിനെ പോലെ, രാജംബി ദേവിനെ പോലെ, മമ്മൂട്ടിയെ പോലെ, ജഗദീഷ് ശിവകുമാറിനെ പോലുള്ള ജീനിയസുകളുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ഭാഗ്യം തലമുറയ്ക്ക് കിട്ടില്ല. കമലിന് എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയെ കൊണ്ട് എനിക്ക് അറിഞ്ഞു, പേരറിയില്ല, നാടറിയില്ല, ഊരറിയില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു കുട്ടിയെക്കുറിച്ച് പട്ടൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ഒരു പരാതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതിനും ഒരു കമൻറ്റ് കൊടുത്തതിന് എൻ്റെ പേര് പോക്സോ കേസ്. അതുകൊണ്ടാണ് ഈ കമലിനോട് തീരാത്ത പകയുള്ളത്. കാരണം ഇയാളെപ്പോലൊരു ബോറൻ കലാകാരൻ എന്നാണ് പറഞ്ഞത്, വലിയ ജുബയും നല്ല സിനിമകളൊക്കെ. പക്ഷേ ഇവൻ്റെ മനസ്സെന്ന് പറഞ്ഞത് കുഷ്ഠരോഗം ബാധിച്ച മനസ്സാണ്. അപ്പോൾ ആരെങ്കിലും വിചാരിച്ച 1 ലക്ഷം 2 ലക്ഷം പറ്റിച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ ഇപ്പം ഭർത്താവിൻ്റെ വസ്തു വിറ്റ കോടികൾ കയ്യിരിക്കുകയാണ്, അതിൽ നിന്നൊരു 5 ലക്ഷം എവനെ തട്ടാൻ വേണ്ടി ചെയ്യാനെന്ന് പറഞ്ഞൊരു ഗുണ്ടയ്ക്ക് കൊടുക്കാനൊരു മടിയില്ലാത്ത സ്ത്രീയാണ്. എന്തും ചെയ്യും. കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി 6 പേര് കോൺഗ്രസിൽ 5 പേര് കൂടോത്രം ചെയ്ത പേര് സതീശൻ ആവാതിരിക്കെ. അയാളാണ് ഇവിടുത്തെ സാംസ്കാരിക നായകൻ. മനസ്സിലായോ? അണ്ടർവെയറിലെ അരിവാൾ ചുറ്റിയ നക്ഷത്രം അടിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നവനാണ്.
കയ്യിരിപ്പതാണ്. പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ ഒരു അക്കാഡമി ചെയർമാനായിരിക്കുന്ന 5 വർഷം അയാൾ ഇങ്ങനെ പെൺപിള്ളേരെ കൊണ്ടുവന്ന് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ദുരുപയോഗം ചെയ്തുവെങ്കിൽ പാർട്ടി കൊണ്ടു കിടക്കാമോ? ശ്രീകണ്ഠൻ നായർ തെക്കോട്ട് പോകുമ്പോൾ വടക്കോട്ട് പോകും. ശ്രീകണ്ഠൻ നായർ വള്ളത്തിൽ കയറുമ്പോൾ ഇവൻ കുതിരയിൽ കയറും. ഈ 2 ചാനലുകളും കൂടെ കിടന്ന് മത്സരിക്കുക. റേറ്റിംഗിൽ ഒന്നാമത് വരാൻ